ഫുട്ബോൾ മൈതാനത്തെ ഉപയോഗശൂന്യമായ ഭൂമിയിൽ ഫലവൃക്ഷത്തൈകൾ നട്ട് അയിരൂർപ്പാടം ജാസ് ലൈബ്രറിയും ഫുട്ബോൾ ക്ലബ്ബും. പച്ചത്തുരുത്ത് എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ചുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ജാസ് ലൈബ്രറിയുടെയും ഫുട്ബോൾ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചത്. പദ്ധതിയിലൂടെ സ്പോർട്സ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നും ലൈബ്രറി അധികൃതർ വ്യക്തമാക്കി. അയിരൂർപ്പാടം ജാസ് ലൈബ്രറി ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് SM അലിയാർ മാഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലൈബ്രറി ഫുട്ബോൾ ക്ലബ്ബ് പ്രവർത്തകരായ ആഷിഖ് അഷ്റഫ്, സൗമ്യ സനോജ്, MA ആദിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കളികൾക്കായി ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ വിവിധയിനം ഫലവൃക്ഷ ബഡ് തൈകളും ചെറിയ തണൽ മരങ്ങളും പൂച്ചെടികളും ഇലച്ചെടികളും നട്ടുവളർത്തി ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ലൈബ്രറി പ്രസിഡന്റ് പറഞ്ഞു. ഫുട്ബോൾ മൈതാനത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഞ്ചായത്തുമായി സഹകരിച്ച് ജൈവ അജൈവ മാലിന്യ വേസ്റ്റ് ബിന്നും ബോട്ടിൽ ബിന്നും സ്ഥാപിച്ച് പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും എല്ലാ മാസവും ശുചീകരണവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ലൈബ്രറി, ഫുട്ബോൾ ഫാൻസ്, വ്യാപാരി വ്യവസായി, സന്നദ്ധ സാംസ്കാരിക യുവജന കുടുംബശ്രീ സംഘടനകളുടെ സ്പോൺസർഷിപ്പിലൂടെ സ്പോർട്സ് ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പച്ചത്തുരുത്തുകൾ നിർമ്മിച്ചെടുക്കാനാണ് ലക്ഷ്യം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനങ്ങളും ഇതിനായി പ്രയോജനപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.